മഹാഭാരതം, രാമായണം എന്നിവയെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് അധ്യാപികയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. കർണാടക മാംഗ്ലൂരുവിലെ തീരദേശ നഗരത്തിലെ സെന്റ് ജോറോസ ഇംഗ്ലീഷ് പ്രൈമറി സ്കൂളിലെ അധ്യാപിക സിസ്റ്റർ പ്രഭയെയാണ് പുറത്താക്കിയത്. വലതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സിസ്റ്റർ പ്രഭയ്ക്കെതിരായിട്ടുള്ള നടപടി. അധ്യാപിക മഹാഭാരതവും രാമായണവും സാങ്കല്പികമാണെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുവെന്ന് BJP MLA ദേവദാസ് കാമത്തും അനുയായികളും ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും 7ാം ക്ലാസ് വിദ്യാർത്ഥികളോട് അധ്യാപിക മോശം ഭാഷയിൽ സംസാരിച്ചതായി ഇവർ പറഞ്ഞു. 2002 ഗോത്രകലാപവും ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസും അധ്യാപിക മോദിക്കെതിരെ പരാമർശിച്ചതായി സംഘം ആരോപിച്ചു. കുട്ടികളുടെ മനസ്സിൽ വെറുപ്പിന്റെ വികാരങ്ങൾ ഉണ്ടാക്കാനാണ് അധ്യാപിക ശ്രമിച്ചത് എന്നും സംഘത്തിന്റെ പരാതിയിൽ പറയുന്നു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ചയും ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. BJP MLAയുടെ പിന്തുണയോടെ ആയിരുന്നു പ്രതിഷേധം. അത്തരത്തിലുള്ള ടീച്ചറെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണോ? എന്തിനാണ് നിങ്ങൾ ആ അധ്യാപികയെ നിലനിർത്തുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന യേശു സമാധാനം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സിസ്റ്റർമാർ ഞങ്ങളുടെ ഹിന്ദു കുട്ടികളോട് ബിന്ദികൾ ധരിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് ദേവദാസ് കാമത്ത് ആരോപിച്ചത്. പൂക്കളോ പാലോ രാമന് നേദിക്കുന്നത് പാഴ്വേലയാണ് എന്നും അവർ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ അവഹേളിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ എന്നും BJP MLA ചോദിക്കുന്നു. ശ്രീരാമൻ ഒരു പുരാണ ജീവിയാണെന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥികളെ അധ്യാപിക പഠിപ്പിച്ചു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതേസമയം സംഘത്തിന്റെ പരാതി അന്വേഷിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. സെന്റ് ജോറോസ സ്കൂളിന് 60 വർഷത്തെ ചരിത്രമുണ്ട് എന്നും ഇന്നുവരെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും സ്കൂൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ നിർഭാഗ്യകരമായ സംഭവം ഞങ്ങളിൽ താൽക്കാലിക അവിശ്വാസം സൃഷ്ടിച്ചു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ വിശ്വാസം പുനർനിർമ്മിക്കാൻ ശ്രമിക്കും. വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്കായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നും സ്കൂൾ പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.